അപ്പം ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി. അതായത് പല്ല് തേച്ച് മേല് കഴുകി, കുളിച്ചിട്ടില്ല, തല നനച്ചില്ല, മീൻസ് മേല് കഴുകി, പിന്നെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, പിന്നെ സ്കിൻ കെയർ, ഇത്രയും. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് മാഗി. സാധാരണ ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് കഴിക്കാറ്. കാരണം അതായിരിക്കില്ല ഹെൽത്തിന് നല്ലത്. ഇതെന്ന് പറയുന്നത് നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പം ഇന്ന് മാക്സിമം അൺഹെൽത്തി ആയിട്ട് കഴിക്കാനാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് നോമ്പ് സമയത്ത് ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഡയറ്റ് മീൻസ് നമുക്കറിയാം നോമ്പിന് അധികം വലിയ ഡയറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ മാക്സിമം നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയല്ല ചെയ്യണം. അപ്പം മാക്സിമം ഫുഡ് കാലറി കുറച്ച് കൊണ്ടിട്ട് നോമ്പ് പിടിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ മാക്സിമം അല്ല, ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കഴിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ മാഗിയാണ് കഴിക്കുന്നത്. അപ്പം ഇനി കോളേജിൽ ഇത് കഴിച്ചിട്ട് ഞാൻ കോളേജിലോട്ട് പോകും. അപ്പം ബാക്കി അവിടെ നിന്ന് കാണാം. ഓക്കെ, ഞാൻ കോളേജിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. കോളേജ് എൻ്റെ ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനതുകൊണ്ട് നടന്നാണ് പോവാറല്ല, നടന്നാണ് പോണത്. അപ്പം ഞാൻ കോളേജിലോട്ട് പോണേണ്. അപ്പം ഇതാണ് എൻ്റെ ക്ലാസ്. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് പോയുള്ളൂ. ഗായ്സ്, ഞാൻ ക്ലാസ്സിലെത്തി. സാധാരണ ഞാനാണ് ഫസ്റ്റ് ക്ലാസ്സിലെത്താറ്, പക്ഷെ ഞാൻ ഇത് വീഡിയോ എടുത്തോണ്ട് നല്ലോണം ലേറ്റായി. ഞാനാണ് ലാസ്റ്റ് എത്തിയത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ്. ഹായ് പറ. നിങ്ങൾ ഇത് കണ്ട് പേടിക്കണ്ട, കുറച്ച് പേരുള്ളൂ. കാരണം ആർക്കും PG പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞങ്ങള് അതേപോലെ അങ്ങനെ ഞങ്ങള് പെട്ടതാണ് ഇവിടെ. ലൈക്ക് PG പഠിച്ച് ഭയങ്കര പാടാണ് ഈ ഒരു കോഴ്സ്. ഭയങ്കര ബോറിംഗ് ഒന്നാമത്തെ കാര്യം. കാരണം കുറച്ച് പിള്ളേരേ ഉള്ളൂ ക്ലാസ്സില്. ഓൾമോസ്റ്റ് 20 സ്റ്റുഡൻസ് ആയിരുന്നു ഞാൻ വന്നപ്പോ ഉണ്ടായത്. ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്, ലൈക്ക് ഫൈനൽ ഇയർ. ഇപ്പൊ ടോട്ടല് 17 പേരാണ്. 3 പേര് നിർത്തിപ്പോയി. ആ 17 പേരിന്റെ ദിവസവും വരുന്നത് 5-6 പേരാണ്. ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ നോട്ട്സ് ഒക്കെ എഴുതി മിസ്സിനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം മിസ്സിന് പ്രൈവസി ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കണില്ല വീഡിയോ. എല്ലാരും ഭയങ്കര ബോറടിച്ചിരിക്കണേണ്. കാരണം നാളെ ക്ലാസ്സിൽ വരോ? ഇല്ലല്ലോ. ബിക്കോസ് നോമ്പായോണ്ട് മിക്കവരും ലീവ് ആവും എന്നാണ് പറയുന്നത്. ഉണ്ടോ? ഞാൻ നാളെ വരുമെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ വരുമെന്ന് വെച്ചാല് ഞാൻ ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം ഞാൻ നാളെ വരുമെന്ന് ചോദിച്ചത്. കാരണം എന്താ വെച്ചാല് ഞാൻ ഒന്നാമത്തെ കാര്യം ക്ലാസ്സിൽ വഴിയാക്കി വരാറില്ല. ഞാൻ ഇന്ന് വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുകൊണ്ട് നോമ്പ് സമയത്ത് വളരെ കുറവായിരിക്കും ക്ലാസ്സിൽ പിള്ളേര് വരുന്നത്. ഞാനും വരില്ല. അപ്പൊ ഇനിയൊരു കോളേജ് ഡേ ഇൻ മൈ ലൈഫിന് ചാൻസ് കുറവാണ്. കാരണം ഇതെന്റെ ലാസ്റ്റ് ഇയർ ആണ്. നോമ്പ് കഴിയുമ്പോഴത്തേക്കും കോളേജ് തീരും. ഞാനങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പൊ ഞങ്ങൾക്ക് നെക്സ്റ്റ് പീരീഡ് സെമിനാർ ആണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. ഇത് ഓരോരുത്തർ ചെയ്തുകൊണ്ടിട്ട് ഞാൻ കാണിച്ചു തരാത്തവർക്ക് കണ്ടോ. കുട്ടി സെമിനാറിനുള്ള പ്രിപ്പറേഷൻ ആണ്. എനിക്കുണ്ട് സെമിനാർ പ്രിപ്പറേഷൻ. ഞാനത് ചെയ്യണം. ഇത് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഞങ്ങൾ പബ്സ് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പോയിട്ട് ഇവിടെ കുറെ പേര് എഴുതി പോണ്ടിരിക്കുന്ന
ഞാൻ മിസ് പോയപ്പോ തന്നെ ബുക്ക് ബാഗിലോട്ട് വെച്ച് ഇവരൊക്കെ ചിരിക്കണം ഞാനിവിടെ വീഡിയോ എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യാനായി. ഞങ്ങൾക്ക് 8:30 to 1:30 വരെയാണ് ക്ലാസ് ഉള്ളത്. ഇപ്പൊ 1:30 കഴിഞ്ഞു. 1:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത്. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകും. അവിടത്തേക്ക് കാണാം. ഇപ്പൊ ഞാന് കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോണേണ്. ഉച്ചക്കത്തെ ഫുഡ് ഞാനിന്ന് മന്തിയാണ് എടുത്തേക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് നാളെ നോമ്പായോണ്ട് പിന്നെ മന്തി കഴിക്കലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ റംസാന്റെ തലേ ദിവസം അപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ല കഴിക്കണം. ഞാൻ രാവിലെ പറഞ്ഞിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കണം നല്ലത്. അപ്പൊ നോമ്പിന് ഹെൽത്തി ആയിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കഴിക്കട്ടെ. അതുപോലെ മന്തി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? എനിക്കറിയാം മന്തിക്ക് കുറെ മന്തി ലവേഴ്സ് ഉണ്ട്. കേട്ടനാട്ടാ കുറെ മന്തി ലവേഴ്സ് ഉള്ള കാര്യം എനിക്കറിയാം. അപ്പൊ അതേപോലെ തന്നെ ഞാനും ഒരു മന്തി ലവറാണ്. ഇത് കഴിക്കട്ടെ. മയോണൈസ് ഇത് ഒട്ടും ഹെൽത്തി അല്ല. മയോണൈസ് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം. ഒരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ പറയണം, എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. അതേപോലെ മന്തി ചെസ്റ്റ് പീസ് തന്നെ എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം. ചെസ്റ്റ് പീസിന്റെ ഫാനല്ല ഞാൻ. എനിക്ക് ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഇപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ലെഗ് പീസും ചെസ്റ്റ് പീസും വേണമെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് ലെഗ് പീസ് എടുക്കുള്ളൂ. എനിക്ക് ഒരു തല്ലെടുത്തും ഇല്ല. എനിക്ക് ചെസ്റ്റ് വേണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല. ഏത് കിട്ടിയാലും കഴിക്കും. പക്ഷെ എനിക്ക് ചെസ്റ്റ് കിട്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ചായി എടുത്തിട്ടുള്ളൂ. നല്ല ഇഷ്ടമുണ്ട്. ഇത് ഫസ്റ്റ് ആയിട്ടാണ് ഒരു വ്ലോഗ് പോലെ എടുക്കുന്നത്. കുറേ തെറ്റൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കല്ലേ. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.